ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്കോടോക്സ് കോർണർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചാണ്. എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് നോക്കാം. ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് ദ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അറിയപ്പെടുന്നത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്നാണ്. The indifference curve approach rejected the cardinal utility concept of the neoclassical school. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന നിയോ ക്ലാസിക്കൽ അപ്രോച്ച് ആയിട്ടുള്ള കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. Ordinal utility means that the consumer is ranking or ordering the subjective utilities of goods. ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് അവരുടെ ഗുഡ്സിൻ്റെ യൂട്ടിലിറ്റീസിനെ റാങ്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. റാങ്ക് ചെയ്യുക മീൻസ് കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പ്രിഫറൻസുകളെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ റാങ്ക് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്താണെന്ന് നോക്കാം. The indifference curve approach explaining the theory of consumer behavior was originated by the Italian economist Vilfredo Pareto and elaborated and popularized by two British economists R.J.D. Allen and John R. Hicks. ഈ ഒരു ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് എന്ന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു അപ്രോച്ചാണ്. ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള വിൽഫ്രെഡോ പെരേറ്റോ ആണ്. ഇത് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് രണ്ട് ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റുകളായിട്ടുള്ള R.J.D. അലൻ ആൻഡ് ജോൺ ആർ ഹിക്സ് ആണ്. ഈ ഇക്കണോമിസ്റ്റുകളുടെ പേരൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് പോപ്പുലറൈസ് ചെയ്ത രണ്ടാൾക്കാരാണ് R.J.D. അലൻ ആൻഡ് ജോൺ ആർ ഹിക്സ്. In indifference theory, the consumer's taste or preferences are shown by indifference curves. ഈ ഒരു ഇൻഡിഫറൻസ് തിയറിയിൽ മെയിനായിട്ടും ഷോ ചെയ്യുന്നത് എന്താണ്? ഇൻഡിഫറൻസ് കർവ്സ് യൂസ് ചെയ്തുകൊണ്ട് കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഇലാബറേറ്റ് ചെയ്യുന്ന ഒരു തിയറിയാണ് ഇൻഡിഫറൻസ് തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് നോക്കാം. ഇൻഡിഫറൻസ് കർവ് ഈസ് ഓൾസോ നോൺ ആസ് ഐസോ യൂട്ടിലിറ്റി കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ മറ്റൊരു പേരാണ് ഐസോ യൂട്ടിലിറ്റി കർവ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻഡിഫറൻസ് കർവ് ഈസ് ദ ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ഈൽസ് ദി സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി ടു ദ കൺസ്യൂമർ. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി കിട്ടുന്ന രണ്ട് ഗുഡ്സിൻ്റെ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് വാസ് ഇൻവെൻറ്റഡ് ബൈ F.Y. എഡ്ജ്വർത്ത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നോട്ട് ചെയ്യുക. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് F.Y. എഡ്ജ്വർത്ത് ആണ്. സിൻസ് ഓൾ പോയിൻറ്റ്സ് ഓൺ ദ ഇൻഡിഫറൻസ് കർവ് yield the same satisfaction to the consumer, it can also be called an iso-utility curve. ഇൻഡിഫറൻസ് കർവിലുള്ള എല്ലാ പോയിൻറ്റ്സും സെയിം സാറ്റിസ്ഫാക്ഷൻ ആണ് കൺസ്യൂമേഴ്സിന് നൽകുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്താണ്? ഐസോ യൂട്ടിലിറ്റി കർവ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഇനി നമുക്ക് ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൻ്റെ അസംഷൻസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ അസംഷനാണ് റേഷണാലിറ്റി. ദ കൺസ്യൂമർ ഈസ് റേഷണൽ. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ കൺസ്യൂമർ ഈസ് ദ മാക്സിമൈസേഷൻ ഓഫ് ഹിസ് യൂട്ടിലിറ്റി സബ്ജക്റ്റ് ടു ഹിസ് ലിമിറ്റ് ഇൻകം ആൻഡ് ദ പ്രൈസസ് ഓഫ് ദി കമ്മോഡിറ്റീസ്. അതായത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ കൺസ്യൂമേഴ്സ് എന്തായിരിക്കും? റേഷണൽ ആയിരിക്കും എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് എപ്പോഴും കൺസ്യൂമേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവരുടെ ലിമിറ്റഡ് മണി ഇൻകം യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും കൺസ്യൂമേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ എപ്പോഴും റേഷണൽ ആയിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് അസംഷൻ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഈസ് കാർഡിനൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത്? ഓർഡിനൽ ആയിട്ടാണ്. യൂട്ടിലിറ്റി ഡിസ്ക്രൈബ്ഡ് വിത്തൗട്ട് നമ്പർ ഈസ് കോൾഡ്
ഓർഡിനൽ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റീനെ നമ്മൾ വിത്തൗട്ട് നമ്പേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റി ആകുമ്പോൾ എങ്ങനെയാണ്? വിത്ത് നമ്പേഴ്സാണ് അല്ലേ. യൂട്ടിലിറ്റീനെ നമ്പേഴ്സ് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്നും, വിത്തൗട്ട് നമ്പേഴ്സിലൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി എന്നുമാണ് പറയുന്നത്. സോ ദ കൺസ്യൂമർ ക്യാൻ റാങ്ക് ഹിസ് പ്രിഫറൻസസ് ലൈക്ക് ഫസ്റ്റ്, സെക്കൻഡ്, third and so on according to the satisfaction derived from each combination of goods. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കൺസ്യൂമേഴ്സിന് അവരുടെ പ്രിഫറൻസസിനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആ ഒരു രീതിയിൽ റാങ്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി ഈസ് ഓർഡിനൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ അസംഷനാണ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു DMRS എന്ന് പറയുന്ന ടേമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് DMRS എന്ന് നോക്കാം. കൺസ്യൂമർ പ്രിഫറൻസസ് ആർ റാങ്ക്ഡ് ഇൻ ടേംസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ്. നമുക്കറിയാം അല്ലേ, ഇൻഡിഫറൻസ് കർവ്സ് എന്താണ് കാണിക്കുന്നത്? കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസസിനെയാണ് റാങ്ക് ചെയ്യുന്നത്. സോ ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ. ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. ദ കോൺവെക്സിറ്റി ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് ഇംപ്ലൈസ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻഡിഫറൻസ് കർവിൻ്റെ ഈ ഒരു കോൺവെക്സിറ്റീനെയാണ് നമ്മൾ DMRS എന്ന് പറയുന്നത്. DMRS means that the quantity of Y the consumer is willing to sacrifice for each additional unit of X becomes successively smaller. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ യൂണിറ്റിന് വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്ന വൈൻ്റെ ക്വാണ്ടിറ്റി എന്താണ്? ഗ്രാജുവലി കുറഞ്ഞു വരുന്നുള്ളതാണ് DMRS പറയുന്നത്. സോ ഇത് നാലാമത്തെ ഒരു അസംഷനാണ് ഡിപ്പെൻഡൻറ്റ് യൂട്ടിലിറ്റീസ്. ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് ദ കൺസ്യൂമർ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാണ്ടിറ്റീസ് ഓഫ് കമ്മോഡിറ്റീസ് കൺസ്യൂംഡ്. കൺസ്യൂമേഴ്സിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്? ക്വാണ്ടിറ്റീസ് ഓഫ് ദ കമ്മോഡിറ്റീസ് കൺസ്യൂംഡ്. കൺസ്യൂം ചെയ്യുന്ന കമ്മോഡിറ്റീസിൻ്റെ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ യൂട്ടിലിറ്റീസ് ആർ ഡിപ്പെൻഡൻറ്റ് ഇൻ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. അഞ്ചാമത്തെ ഒരു അസംഷനാണ് കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ഈസ് ട്രാൻസിറ്റീവ്. If the consumer prefers bundle A to B and B is preferred to C, then he prefers A to C. ഇപ്പോൾ ഒരു കൺസ്യൂമേഴ്സിന് 3 ചോയ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 3 ചോയ്സ് ഉണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യേണ്ടതായിരിക്കും A to C ആയിരിക്കും. അതായത് നമ്മൾ പറഞ്ഞു ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്താണ്? അതിൽ കൺസ്യൂമേഴ്സ് റേഷണലായിരിക്കും. കൺസ്യൂമേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻസ് കമ്പയർ ചെയ്തിട്ട് മോർ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്താണ്? അനാലിസിസിൽ കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ട്രാൻസിറ്റീവ്. ആറാമത്തെ ഒരു അസംഷനാണ് കൺസിസ്റ്റൻസി ഇൻ ചോയ്സ്. If the consumer chooses bundle A over B in one period, he will not choose bundle B over A in another period if both bundles are available to him. അതായത് കൺസ്യൂമേഴ്സിൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസിസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പീരീഡിൽ കൺസ്യൂമർ ചൂസ് ചെയ്ത ബണ്ടിൽ എന്ന് പറയുന്നത് ബിക്ക് പകരം എ എന്ന് പറയുന്ന ബണ്ടിലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അടുത്ത പീരീഡിൽ അവരെന്ത് ചെയ്യില്ല, അവർക്ക് ആ 2 ബണ്ടിൽസും അവൈലബിൾ ആണെങ്കിൽ അവർ എക്ക് പകരം എന്ത് ചെയ്യില്ല, ബി ചൂസ് ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ ചോയ്സ് എന്തായിരിക്കും? കൺസിസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഏഴാമത്തെ അസംഷനാണ് എ ലാർജർ ബണ്ടിൽ ഓഫ് ഗുഡ്സ് ഈസ് ഓൾവേസ് പ്രിഫേർഡ് ടു എ സ്മോളർ ബണ്ടിൽ. എ ബണ്ടിൽ ഈസ് ലാർജർ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് മോർ ഓഫ് വൺ ഗുഡ് ആൻഡ് അറ്റ് ലീസ്റ്റ് ആസ് മെനി ഓഫ് അതർ ഗുഡ്സ്. അതായത് നമ്മളെപ്പോഴും സ്മോളർ ബണ്ടിലിനെക്കാട്ടും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? ലാർജ് ബണ്ടിൽസ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇത്രയാണ് നമുക്ക് അസംഷൻസ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇഫ് യു ഹാവ് എനി കൈൻഡ് ഓഫ് ഡൗട്ട്സ് പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ് സെക്ഷൻ.
And if you like this video, please do like, share and comment. Thank you for watching this video.